ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അറ്റോമിക് സ്ട്രക്ചറാണ്. അറ്റോമിക് സ്ട്രക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ ഒരുപാട് വസ്തുക്കളുടെ ചിത്രങ്ങളുണ്ട്. മാത്രമല്ല നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കളുണ്ട്. ഇവയൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ കൊണ്ടാണ് എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് മോളിക്യൂൾ, അതൊക്കെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് തന്മാത്ര, എന്താണ് ആറ്റം എന്നുള്ളത് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് എന്താണ് മോളിക്യൂൾ എന്ന് നോക്കാം. മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. അല്ലേ? മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. ഈ ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അതിനർത്ഥം? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി സ്ഥിരമായി നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് എന്ത്? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ. അതിന് സ്ഥിരതയുണ്ട് അല്ലേ? സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് മോളിക്യൂൾ ഈസ് ദ സ്മോളസ്റ്റ്. ഈ ടേം ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറയുന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന് സ്ഥിരതയുണ്ട്. സ്ഥിരതയുള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ. എന്താണ് ആറ്റം? ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം. അതിന് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എലമെൻറ്റ്. പക്ഷെ അതിന് മോളിക്യൂളിനെ പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടാവണമെന്നില്ല, അല്ലേ? അപ്പം ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മോളിക്യൂളും ആറ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആർഗണിൻ്റെ ആറ്റം എന്ന് പറയുന്നത് AR, അത് തന്നെയാണ് ആർഗണിൻ്റെ മോളിക്യൂളും. എന്തുകൊണ്ടാണ്? ആർഗൺ എന്ന് പറയുന്നത് ഒരു മോണോ അറ്റോമിക് ആണ്, അല്ലേ? ആർഗൺ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കുന്നില്ല. അത് ആർഗണായിട്ട് തന്നെ ഇരിക്കുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ആർഗണിൻ്റെ ആറ്റവും ആർഗണിൻ്റെ മോളിക്യൂളും എന്ന് പറഞ്ഞാൽ സെയിം ആണ്, AR. പിന്നെ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി ഇല്ല. അപ്പോൾ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും? വേറൊരു ഓക്സിജൻ്റെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഡയാറ്റോമിക് ആയിട്ടാണ് അതിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഡയാറ്റോമിക് ആയിട്ട് അതൊരു ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. അപ്പോൾ മാത്രമേ അതിന് സ്റ്റെബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഇതാണ് ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റെബിലിറ്റി ഉള്ള ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ആറ്റം എന്ന് പറയുന്നത്, ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ഷോ ഓൾ ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ എലമെൻറ്റ്. ഇനി നമുക്ക് ഈ മോളിക്യൂളിനെ ആറ്റമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലേ? മോളിക്യൂൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ആറ്റം. ഇപ്പോൾ ഓക്സിജൻ മോളിക്യൂളിനെ ഓക്സിജൻ ആറ്റംസ് ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇല്ലേ? 2 ഓക്സിജൻ ആറ്റം ചേർന്നതാണ് മോളിക്യൂൾ. പക്ഷേ ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ആറ്റം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് എന്നാണ് പഠിച്ചത്. അപ്പോൾ ഈ ആറ്റത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ആറ്റത്തേക്കാൾ ചെറിയ വേറെ കണങ്ങളുണ്ടോ? ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം. ആറ്റത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു തിയറി 1807 ജോൺ ഡാൾട്ടൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നു. ജോൺ ഡാൾട്ടൻ്റെ തിയറി എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസും ഇല്ലാത്തൊരു തിയറി ആയിരുന്നു. വെറും അയാളുടെ അദ്ദേഹത്തിൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള തിയറിയാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അതിൽ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസും ഇല്ല. അപ്പോൾ തിയറിയൊക്കെ അംഗീകരിക്കണമെങ്കിൽ അതിന് എക്സ്പെരിമെൻ്റൽ എവിഡൻസ് വേണമെങ്കിലും ഡാൾട്ടൻ്റെ തിയറി 100 വർഷത്തോളം, ഒരു സെഞ്ചുറിയോളം അത് അവിടെ തന്നെ തെളിയിക്കപ്പെടാതെ, അതായത് അതിനെ എതിർക്കപ്പെടാതെ നിലനിന്നു. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അത് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയുടെ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്, അല്ലേ? മാറ്റർ അല്ലെങ്കിൽ ഒരു ദ്രവ്യം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഏതാണ് ആ മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്? ആറ്റങ്ങളാണ്, അല്ലേ? നമ്മൾ പഠിച്ചത് തന്നെയാണ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. നമുക്കറിയാം, നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത് ഒരുപാട് ഇഷ്ടികകൾ അട്ടി വെച്ചിട്ടുള്ളതാണ്, അല്ലേ? അതേപോലെ ഓരോ മാറ്ററും ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. അത് ഇഷ്ടികക്ക് പകരം ആറ്റങ്ങൾ, അങ്ങനെ ആറ്റങ്ങൾ അട്ടി വെച്ചിട്ടാണ് ഉണ്ടാവുന്നത്? മാറ്റർ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
അതായത് അത് മുറിക്കാൻ പറ്റില്ല. ഓക്കെ, ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. നമ്മൾ എനർജി കൺസർവേഷൻ്റെ ഇതിൽ പറഞ്ഞ പോലെ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആറ്റത്തെ എന്താണ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ആറ്റത്തെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല, പിന്നെ അതിനെ നിർമ്മിക്കുവാനും പറ്റില്ല. ഇതൊക്കെ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയിലെ കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ശരിയാവണമെന്നില്ല. പിന്നീട് വന്നിട്ടുള്ള സ്റ്റഡീസ് ഇതിൽ ചിലതിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിക്കുമ്പം ഈ 6 പോസ്റ്റുലേറ്റ്സും അതേപോലെ പഠിക്കുക. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, ആറ്റംസ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ, ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. തേർഡ് പോയിന്റ്, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ പ്രോപ്പർട്ടീസ്, സൈസ് ആൻഡ് മാസ്. ഒരു എലമെൻറ്റിൻ്റെ ആറ്റം, അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റത്തിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഹൈഡ്രജൻ എലമെൻറ്റിൻ്റെ എല്ലാ ആറ്റത്തിൻ്റെയും പ്രോപ്പർട്ടീസ്, മാസ്, സൈസ് ഇതൊക്കെ സെയിം ആയിരിക്കും. അതുപോലെ ഏതൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്താലും ആ എലമെൻറ്റിലെ എല്ലാ ആറ്റങ്ങളുടെയും സൈസ്, മാസ്, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും ഒരു എലമെൻറ്റിൻ്റെ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഡിഫറെൻ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓക്സിജനും നൈട്രജനും കൺസിഡർ ചെയ്യാം. 2 ആറ്റങ്ങളാണ്, പക്ഷേ ഡിഫറെൻ്റ് എലമെൻസിൻ്റെ ആറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ മാസ്, പ്രോപ്പർട്ടീസ് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ്, മാസ് ആൻഡ് സൈസ്. ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻ്റ് സൈസ്, മാസ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മൾ 5ാമത്തെ പോയിന്റിലേക്ക് പോകാം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് എന്ത്? ആറ്റം. 5ാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ആറ്റങ്ങളാണ് ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. അടുത്ത 6ാമത്തെ പോസ്റ്റുലേറ്റ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് 2 or more എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ എ സിമ്പിൾ റേഷ്യോ. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ഒന്നിലധികം ആറ്റങ്ങൾ, അതായത് ഒന്നിലധികം ആറ്റങ്ങൾ ഒരു സിമ്പിൾ റേഷ്യോയിൽ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊരു കോമ്പൗണ്ടാണ്. ഇതിൽ കാർബണും ഓക്സിജനും ഇവിടെ എത്ര ആറ്റങ്ങളുണ്ട്? 3 ആറ്റങ്ങളുണ്ട്. കാർബണിൻ്റെ 1 ആറ്റവും ഓക്സിജൻ്റെ 2 ആറ്റവും അല്ലേ? അപ്പം ഇങ്ങനെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ? സിമ്പിൾ റേഷ്യോയിൽ. ഒരു കാർബണും 2 ഓക്സിജനും. അപ്പോൾ സിമ്പിൾ റേഷ്യോയിൽ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് അറ്റോമിക് തിയറി. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലെ 6ാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പം നമുക്ക് ഓരോ പോസ്റ്റുലേറ്റ്സ് ആയിട്ട് പറഞ്ഞു നോക്കാം. 1ാമത്തെ പോസ്റ്റുലേറ്റ്സ് എന്തായിരുന്നു? ആറ്റംസ് ആർ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് അല്ലേ? 2ാമത്തെ പോസ്റ്റുലേറ്റ്സ് ആറ്റംസ് ആർ കനോട്ട് ബി ഡിവൈഡഡ് ആൻഡ് ഇറ്റ് കനോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. പിന്നെ അടുത്തത് ആറ്റംസ് ഓഫ് സിമിലർ എലമെൻറ്റ്സ് ആർ സെയിം ഇൻ പ്രോപ്പർട്ടീസ്, മാസ്. ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻ്റ് പ്രോപ്പർട്ടി. 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ടേക്കിംഗ് പ്ലേസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. 6ാമത്തെ പോയിന്റ്, കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓർ 2 or more എലമെൻറ്റ്സ് കമ്പൈൻ ഇൻ സിമ്പിൾ റേഷ്യോ. അപ്പം നമ്മൾ പഠിച്ചത് ആറ്റമാണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്നാണ് പഠിച്ചത് അല്ലേ? ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾ ഇല്ല എന്നാണ് ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയിലൊക്കെ പറയുന്നത്. അപ്പം ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾ ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളാണ് പിന്നീട് നടന്നത്. പിന്നീട് ഓരോ സയൻറ്റിസ്റ്റും ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ള അന്വേഷണം, അതിനുള്ള പരീക്ഷണങ്ങളിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്, അവയുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച്. 1ാമത്തത് സർ ഹംഫ്രി ഡേവി. ഹംഫ്രി ഡേവി എന്താ ചെയ്തത് എന്ന് വെച്ചാൽ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടു. അതായത് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് ഹംഫ്രി ഡേവിയുടെ പരീക്ഷണങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദ്രാവകങ്ങളിൽ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് പരീക്ഷണം ചെയ്തപ്പോൾ ഹംഫ്രി ഡേവി കണ്ടെത്തിയത് പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആയിരുന്നു.
അവിടെ ഒരു ചാർജ് ഉണ്ട് എന്ന് കണ്ടെത്തി. ഇലക്ട്രിസിറ്റി ദ്രാവകങ്ങളിലൂടെ ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പരീക്ഷണം നടത്തിയപ്പോൾ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചത് അവിടെ ചാർജ് ഉണ്ട്, ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ട് എന്നാണ് ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചത്. അത് മാത്രമല്ല വേറൊരു കണ്ടുപിടുത്തം കൂടിയുണ്ട്. എന്താണ്? അവിടെ 2 ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്. ചാർജ് ഉണ്ട് എന്ന് മാത്രമല്ല 2 ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും ഹംഫ്രി ഡേവി കണ്ടെത്തി. അതൊക്കെ പിന്നീടുള്ള സ്റ്റഡീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന 2 ചാർജുകളാണ് ഉള്ളത്. ചാർജ് എനേബിൾ എ സബ്സ്റ്റൻസ് ടു റിയാക്ട് വിത്ത് അനദർ സബ്സ്റ്റൻസ്. ഈ ചാർജ് ഉള്ളത് കൊണ്ടാണ് സബ്സ്റ്റൻസ് മറ്റ് സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പം ഹംഫ്രി ഡേവി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ എന്താണ് കണ്ടെത്തിയത്? ചാർജ് ഉണ്ട് എന്ന് കണ്ടെത്തി അല്ലേ? ഏതൊക്കെയാണ്? 2 തരം ചാർജുകളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ചാർജുകളുണ്ട്. ഈ ചാർജുകളാണ് ഓരോ സബ്സ്റ്റൻസിനെയും റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് അല്ലേ? ചാർജ് എനേബിൾ എ സബ്സ്റ്റൻസ് ടു റിയാക്ട് വിത്ത് അനദർ സബ്സ്റ്റൻസ്. അപ്പോൾ ഇത്രയാണ് ഹംഫ്രി ഡേവിയുടെ കോൺട്രിബ്യൂഷൻ. അടുത്ത സയൻറ്റിസ്റ്റ് മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി? മൈക്കൽ ഫാരഡേ. മൈക്കൽ ഫാരഡേ ഈ ഹംഫ്രി ഡേവിയെ പോലെ തന്നെ ലിക്വിഡ്സിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയത്. ലിക്വിഡ്സ് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടു. അപ്പോൾ മൈക്കൽ ഫാരഡേ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ലിക്വിഡ്സ് അതിലുള്ള സബ്സ്റ്റൻസ് അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് അതിൻ്റെ ഘടകങ്ങളായിട്ട് വേർതിരിയുന്നു. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ കൂടെ വൈദ്യുതി, ഒരു ലിക്വിഡ് സബ്സ്റ്റൻസിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പം വൈദ്യുതി കടന്നു പോകുന്നതിൻ്റെ റിസൾട്ടായിട്ട് എന്താണ്? അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ലിക്വിഡ് അതിൻ്റെ കോമ്പോണൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് മൈക്കൽ ഫാരഡേ കണ്ടെത്തിയത്. അങ്ങനെ ഒരു ഇലക്ട്രിസിറ്റി ഒരു ലിക്വിഡ്സിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് അദ്ദേഹം ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ്. ലിക്വിഡ് സബ്സ്റ്റൻസ് ക്യാൻ സെപ്പറേറ്റ് ഇൻ ടു ദെയർ കോമ്പോണൻസ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഇറ്റ് എന്നുണ്ട്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് ലിക്വിഡ് സബ്സ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ്. അങ്ങനെ അദ്ദേഹം ലോ ഓഫ് ഇലക്ട്രോളിസിസ് കൊണ്ടുവന്നു. കുറച്ച് ലോസ് ഉണ്ട് ഇലക്ട്രോളിസിസിൽ, കുറച്ച് ലോസ് ഉണ്ട്, അതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ലിക്വിഡ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഫാരഡേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ജെ തോംസനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ജെ തോംസൺ നടത്തിയിട്ടുള്ളത്. ജെ തോംസണ് ഒരു ഡിസ്ചാർജ് എക്സ്പെരിമെൻ്റ് ആണ് നടത്തിയത്. ഡിഫറെൻറ്റ് ഗ്യാസിലൂടെ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തി വിട്ടപ്പം അവിടെ ഒക്കെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ കാഥോഡ് റേയിൽ നിന്നും പുറത്തു വരുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഡിഫറെൻറ്റ് ഗ്യാസസിൽ അദ്ദേഹം ഇലക്ട്രിക് ഡിസ്ചാർജ് എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ അതിന് കാഥോഡ് റേയിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ വരുന്നുണ്ട് എന്നുള്ള അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഈ പാർട്ടിക്കിളിന് മാസ് ആൻഡ് എനർജി ഉണ്ട്. കാഥോഡ് റേസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ. ദിസ് പാർട്ടിക്കിൾസ് ഹാവ് മാസ് ആൻഡ് എനർജി. അപ്പോൾ കാഥോഡ് റേയിൽ നിന്ന് വരുന്ന ഈ പാർട്ടിക്കിളിന് മാസും എനർജിയും ഉണ്ട്. എവരി ഗ്യാസസ് പ്രൊഡ്യൂസ് സെയിം നെഗറ്റീവ് ചാർജ്. എന്താ? ഡിഫറെൻറ്റ് ഗ്യാസിലൂടെ നമ്മൾ ഇതേ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്താൽ സെയിം നെഗറ്റീവ് ചാർജ് തന്നെയാണ് കിട്ടുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ഗ്യാസിനും കോമൺ ആയിട്ട് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ട് എന്നല്ലേ? അതെ. അപ്പോൾ എല്ലാ ഗ്യാസിനും കോമൺ ആയിട്ട് ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ആര് കണ്ടെത്തി? ജെ തോംസൺ കണ്ടുപിടിച്ചു. സ്മോളർ ദാൻ. ഈ പാർട്ടിക്കിളിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അത് ആറ്റത്തേക്കാൾ ചെറുതാണ്. അത് മാത്രമല്ല അത് ആറ്റത്തിൻ്റെ ഒരു പാർട്ടുമാണ്. സ്മോളർ ദാൻ ആറ്റം ആൻഡ് പാർട്ട് ഓഫ് ആറ്റം. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പ്രകാരം എന്താണ്? ആറ്റംസ് ആണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ അല്ലേ? ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾ ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജെ തോംസൺ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് പറഞ്ഞു
ആറ്റത്തേക്കാൾ ചെറിയ ഒരു നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷെ ആ പാർട്ടിക്കിൾ എന്താണ്? ആറ്റത്തിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള മാസും ഇതൊക്കെ ഉള്ള ഒരു നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ജെ തോംസൺ തെളിയിച്ചു. ഈ ആറ്റംസ് അപ്പം എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാം അല്ലേ? ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് എന്നായിരുന്നു ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പ്രകാരം ഉണ്ടായിരുന്നത്. പക്ഷേ ജെ തോംസൺ കണ്ടുപിടിച്ചു എന്താണ്? ആറ്റത്തെ ഡിവൈഡ് ചെയ്യാം അല്ലേ? ആറ്റത്തിനുള്ളിൽ നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ട്. അപ്പം നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആറ്റത്തിനുള്ളിലുള്ള ഈ പാർട്ടിക്കിൾ ആണ് എന്ത്? ഇലക്ട്രോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ജെ തോംസൺ നടത്തിയിട്ടുള്ളത്. നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആറ്റത്തിനേക്കാൾ ചെറിയതായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും കോമൺ ആയിട്ടുള്ള ഒരു നെഗറ്റീവ്ലി ചാർജഡ് പാർട്ടിക്കിൾ ആണ് എന്ത്? ഇലക്ട്രോൺ. അപ്പോൾ ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടുത്തത്. അദ്ദേഹം ഡാൾട്ടൻ്റെ തിയറിയിലുള്ള ചില പോസ്റ്റുലേറ്റ്സിനെയൊക്കെ എതിർത്തു അല്ലേ? ഏതൊക്കെയാണ്? പാർട്ടിക്കിൾ സ്മോളർ ദാൻ ആറ്റം അല്ലേ? ആറ്റത്തേക്കാൾ ചെറിയ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തു. പിന്നെ ആറ്റത്തിനുള്ളിൽ തന്നെയാണ് ഈ പാർട്ടിക്കിൾ എന്ന് പ്രൂവ് ചെയ്തു. ആറ്റത്തെ ഡിവൈഡ് ചെയ്യാന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. ആറ്റം ക്യാൻ ബി ഡിവൈഡഡ്. ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടുപിടുത്തങ്ങളായിരുന്നു. ഡാൾട്ടൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. അപ്പം ആറ്റത്തിനുള്ളിൽ ആറ്റത്തേക്കാൾ ചെറിയ ഒരു പാർട്ടിക്കിൾ, നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ജെ തോംസൺ കണ്ടുപിടിച്ചു. അതേതാണ്? ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോൺ. അടുത്തത് ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. അദ്ദേഹം റുദർഫോർഡിൻ്റെ കീഴിലാണ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. റുദർഫോർഡ് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അത് കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം കണ്ടെത്തിയ എന്താണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് മാസുമുണ്ട്. മാസുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഈ പാർട്ടിക്കിൾ ഉള്ളത്. അതിന് മാസ് ഉണ്ട്. എത്രയായിരിക്കും അതിൻ്റെ മാസ്? മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആയിട്ടുള്ള ചില പാർട്ടിക്കിൾസ് ഉണ്ട്. എവിടെയാണ് അതുള്ളത്? ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആയിട്ടുള്ള ചാർജ് ഇല്ലാത്ത കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ചാഡ്വിക്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ലാത്ത പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് കണ്ടെത്തി ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്. അപ്പം അതാണെന്ത്? ന്യൂട്രോൺ. അപ്പം ന്യൂട്രോൺ ഈസ് ദ chargeless particles which have the mass equal to that of proton which is present inside the nucleus. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആയിട്ട് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണ് എന്ത്? ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. ഈ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തി. എന്തുകൊണ്ടായിരിക്കും? പ്രോട്ടോണിനും മാസ് ഉണ്ട്, ന്യൂട്രോണിനും മാസ് ഉണ്ട് അല്ലേ? പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതെന്നും ചാഡ്വിക് കണ്ടെത്തി. അപ്പോൾ ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദർ ആർ ന്യൂട്രൽ പാർട്ടിക്കിൾ വിച്ച് ഹാവ് മാസ് ഈക്വൽ ടു പ്രോട്ടോൺ, ദാറ്റ് ഈസ് ന്യൂട്രോൺ. ദെൻ ടോട്ടൽ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാഡ്വിക് കൊണ്ടുവന്നത്. ഇനി നമ്മൾ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും പഠിച്ചു അല്ലേ? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ എന്നിവ ആറ്റത്തിനുള്ളിലുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ആണെന്നറിയാലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് ടേബിൾ ആക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു ജെ തോംസൺ, ചാഡ്വിക്, റുദർഫോർഡ് എന്നീ 3 സയൻറ്റിസ്റ്റുകൾ എന്ത് കണ്ടുപിടിച്ചു? 3 കണങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലേ? ആറ്റത്തിനുള്ളിലുള്ള 3 കണങ്ങളെ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ പ്രത്യേകതകളെ നമുക്കൊരു ടേബിളിൽ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഇലക്ട്രോണിൻ്റെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. പ്രോട്ടോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. ന്യൂട്രോൺ എന്താണ്? ന്യൂട്രോണിന് ചാർജ് ഇല്ല.
വേറൊരു പ്രത്യേകതയാണ് എന്ത്, ഇലക്ട്രോണിന് മാസ് ഇല്ല എന്നല്ല, മാസ് വെരി ലോ മാസ്സാണ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രോണിന് വളരെ ചെറിയ മാസ് മാത്രമേ ഉള്ളൂ. പ്രോട്ടോണിന് മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന് തുല്യമായ മാസ് ഉണ്ട് ഏതിന്, പ്രോട്ടോണിന്. ന്യൂട്രോണിനും അതേപോലെ തന്നെയാണ്, മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നമ്മൾ മുമ്പ് പഠിച്ചു പ്രോട്ടോണിനും ന്യൂട്രോണിനും ആണ് മാസ് ഉള്ളത്. അതുകൊണ്ടാണ് എന്ത്, ന്യൂക്ലിയസിലാണ് മാസ് മുഴുവനായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലല്ല ഇലക്ട്രോൺ ഉള്ളത്, ന്യൂക്ലിയസിൻ്റെ പുറത്ത്, പക്ഷെ ആറ്റത്തിനുള്ളിലാണ് എന്ത്, ഇലക്ട്രോണ് കാണപ്പെടുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത് എവിടെയാണ്, ന്യൂക്ലിയസിലാണ്. നമുക്ക് ഈ ടേബിൾ പഠിക്കുമ്പോൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനും ഏകദേശം പ്രോപ്പർട്ടീസ് സെയിം ആയിട്ട് ഉണ്ട് അല്ലേ. പക്ഷേ പ്രോട്ടോണിന് ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഈ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്, രണ്ടിനും മാസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ്. പിന്നെ അത് ന്യൂക്ലിയസിലാണ് കാണപ്പെടുന്നത്. ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പഠിച്ചു ഇലക്ട്രോണിന് ചാർജ് ഉണ്ട്, പ്രോട്ടോണിന് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് ഉള്ള 2 പാർട്ടിക്കിൾ ഉണ്ട് ആറ്റത്തിനുള്ളിൽ. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആറ്റം എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ആറ്റത്തിന് ചാർജ് ഇല്ല. അപ്പോൾ അതെങ്ങനെയായിരിക്കും, ആറ്റത്തിൻ്റെ ചാർജിന് എന്ത് സംഭവിക്കുന്നു, ഈ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജിന് എന്ത് സംഭവിക്കുന്നു, അതൊക്കെ നമുക്ക് ഇനിയും പഠിക്കാം. ചെറിയൊരു സൂചന ഞാൻ തരാം. ഇലക്ട്രോണിനും പ്രോട്ടോണിനും ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ചാർജ് ഇല്ലാതാവണമെങ്കിൽ എന്തായിരിക്കണം, ഈ 2 ചാർജും ഈക്വൽ ആയിരിക്കണം ഇല്ലേ. ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആകുമ്പോഴാണ് ക്യാൻസൽ ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ -2 ചാർജ് ഇതിനുണ്ട്, ഇതിന് +2 ചാർജ് ആണെങ്കിൽ അത് രണ്ടും ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് ഉള്ളത് എങ്കിൽ എന്താവും, ക്യാൻസൽ ചെയ്യില്ലേ. ഓക്കെ, അപ്പോൾ ഒരേപോലത്തെ ചാർജ് ആണെങ്കിൽ, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് ഈക്വൽ ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് പരസ്പരം ക്യാൻസൽ ചെയ്യും, ബിക്കോസ് അത് ഓപ്പോസിറ്റ് ചാർജാണ്. അങ്ങനെയാണ് ആറ്റം എന്ന് പറയുന്നത് മൊത്തത്തിൽ ന്യൂട്രലായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. എങ്കിൽ അവയുടെ ചാർജ് ക്യാൻസൽ ചെയ്യും. ന്യൂട്രോണിന് പിന്നെ എഫക്റ്റ് ഒന്നുമില്ല, കാരണം ന്യൂട്രോണിന് എന്താണ്, ചാർജ് ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇനി വരുന്ന ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.